ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കൊന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ റീഡിങ്. ഓക്കെ, ആദ്യം 1-2 ഇൻഫർമേഷൻ. ഒന്ന്, സെൽഫ് ലോ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഇനിയിപ്പോൾ നെക്സ്റ്റ് എപ്പോഴായിരിക്കും എന്ന് എനിക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം ബാച്ച് സ്റ്റാർട്ടായി 2-3 ദിവസമായി ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നടക്കുന്നു. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ഞാൻ തൽക്കാലം ഇനി എടുക്കുന്നില്ല, ബുക്കിംഗ് എടുക്കില്ല. ഓക്കെ, ആരും പ്ലീസ് പേയ്മെൻ്റ് ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ചിലവർ അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിന് മുമ്പ് ചോദിച്ചിട്ട് പോയ ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് എന്നോട് പറയാതെ പേയ്മെൻറ്റ് അയച്ചേക്കും. ഓക്കെ, നിങ്ങൾ എന്നോട് ചോദിച്ച് അവൈലബിൾ ഡേറ്റ് ഏതാണ് എന്ന് ചോദിച്ച ശേഷം മാത്രം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം. ഓക്കെ, ബിക്കോസ് ഞാൻ ഇനി January 6 തൊട്ടേ റീഡിംഗ് എടുക്കുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഡിസംബർ ഓൾമോസ്റ്റ് 25th വരെയുള്ളത് എൻ്റെ കഴിഞ്ഞു. ബുക്കിംഗ് സ്ലോട്ട് കഴിഞ്ഞു. ഇനി ഇല്ല, എനിക്ക് ടൈം ഇല്ല. ഓക്കെ, ഞാൻ പെട്ടുപോകും. ഓക്കെ, ആൻഡ് ക്ലാസ്സും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നല്ല ബിസിയാണ്. സോ ക്ലാസ് കഴിയട്ടെ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് എൻ്റെ എല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് January 1st വീക്കിന് ശേഷം 6th തൊട്ട് ഞാൻ റീഡിംഗ് കൊടുക്കാം. അപ്പം നിങ്ങൾ ആ ഒരു ഗ്യാപ്പിൽ ഒരു 25 ക്രിസ്മസിന് ശേഷം ഓക്കെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത സെഷൻ തുടങ്ങുന്നതിൻ്റെ ഞാൻ ബുക്കിങ്സ് തരാം. ഓക്കെ, സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഐ ഹോപ്പ് ഈ റീഡിംഗ് ഞാൻ കമ്മ്യൂണിറ്റിയിലിട്ട് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. ഓക്കെ, നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നോക്കാം. ഒരു സർപ്രൈസ് ആയിട്ട് ഇപ്പം നമ്മൾ ഈ മാസം എന്തായാലും എടുക്കാം, അല്ലെങ്കിൽ ജനുവരിയിലേക്ക് എടുക്കാം. ഓക്കെ, ജനുവരിയിലേക്ക് നിങ്ങൾക്ക് എന്തായാലും സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, January 2025 നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്. ഓക്കെ, 6 ചക്ര ആർക്കേഞ്ചൽ മെറ്റട്രോൺ, ബ്രോക്കൺ ഹാർട്ട്. ഓക്കെ, പേടിക്കണ്ട, ടെൻഷനൊന്നും അടിക്കണ്ട. ഇറ്റ്സ് ഓക്കെ. വുമൺ ഹോൾഡിംഗ് കോയിൻ. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞില്ലേ വിഷമിക്കൊന്നും വേണ്ടാന്ന്. ടെമ്പിൾ പാത്ത്. ഓക്കെ, storm warning, angel of strength, man holding a heart. Okay, the thinking man. Okay, ഇവിടെ ഓക്കെ ഞാൻ കുറച്ച് മിക്സ് ആണ്. ഓക്കെ, സർപ്രൈസ് ആണ് കാണുന്നത്. ഓക്കെ, ബട്ട് സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങളെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഒന്ന് സ്റ്റോം വാർണിംഗ് ഉണ്ട്. ആൻഡ് ഇത് 6 ചക്ര ആർക്കേഞ്ചൽ മൈക്കലിനുണ്ട്. 6 ചക്ര നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ കാര്യമാണ്. നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ തേർഡ് ഐ ചക്ര എന്ന് പറയില്ലേ, നമ്മുടെ നെറ്റിയുടെ നടുവിലുള്ള പോയിന്റ്, അത് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന, ദൈവമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചക്രയാണെന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് മെയിൻ ആയിട്ട് കാണുന്നത് നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ടെമ്പിൾ പാത്തും ഉണ്ട്, ഇതും ഉണ്ട്. സോ മേ ബി നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ പീരീഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഇനി വരാൻ പോകുന്നത് മേ ബി ഓൾറെഡി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഈ 2025ലേക്ക് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ സമയമാണ്. ഇത് ഞാൻ 2025 ഫുള്ളെന്ന് ഞാൻ പറയുന്നു, ഞാൻ അടുത്ത ജനുവരിക്കാണ്. ബട്ട് ഐ തിങ്ക് ആ ഒരു മാറ്റം നിങ്ങളിൽ കാണാൻ തുടങ്ങും എന്ന രീതിക്കായിരിക്കാം. നിങ്ങൾ ഒരു കുറേ കൂടി സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്യുക, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, സെൽഫ് ഗ്രോത്ത് ചെയ്യുക. സെൽഫ് ഗ്രോത്ത് ഞാൻ പറയാൻ റീസൺ വുമൺ ഹോൾഡിംഗ് എ കോയിൻ എന്നാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കരിയർ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ്. ജോലി, കരിയർ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ പോകുന്ന പോലെ. ഓക്കെ, അത് വളരെ നല്ല കാര്യം. ഐ തിങ്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പോൾ 2024 2024 നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച കാര്യങ്ങളുണ്ടാവാം, ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടാവാം, റിലേഷൻഷിപ്പിലായാലും അല്ല ഏത് സിറ്റുവേഷനിലായാലും ശരി. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവും. അതിൽ നിന്ന് നിങ്ങളുടെ ഒരു ഡെവലപ്മെൻ്റ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വറി ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഹാർട്ട് ബ്രേക്കിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് ഇവിടെ. നിങ്ങൾ പുറത്തു വരികയാണ്. എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഓക്കെ, അതിൽ നിന്ന് പുറത്തു വരാനുള്ള സ്ട്രെങ്ത് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്, പ്രശ്നങ്ങൾ വരും ഇനിയും. ഓക്കെ, പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടും ത്രൂ മെഡിറ്റേഷൻ, ത്രൂ പ്രേയേഴ്സ്, ത്രൂ ലൈക്ക് നിങ്ങളുടെ ഓൺ ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ സ്ട്രെങ്ത്, ഇന്നർ സ്ട്രെങ്ത് ത്രൂ നിങ്ങളത് എന്തും ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൻ്റെ ഒരു ഗ്രോത്താണ് നിങ്ങളിൽ കാണാൻ പോകുന്നത് 2025. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ അങ്ങനെ മാറുമ്പോൾ ഓക്കെ, ഇതിവിടെ റിലേഷൻഷിപ്പ് അല്ല ഞാൻ എടുത്തത്, ബട്ട് എന്നാലും ഓക്കെ, അങ്ങനെ നിങ്ങൾ ചേഞ്ച് ആവുമ്പോൾ ഓക്കെ, നിങ്ങൾ ഇതിപ്പോൾ ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും ഓക്കെ, ജെൻസും നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഒരു ഗ്രോത്ത്, നിങ്ങളുടെ സ്റ്റഡി, ഒരു ലൈഫ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ
ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ വരുന്നതായിട്ടാണ്, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് വരുന്നതായിട്ടാണ്. ഓക്കെ, അത് ഒരു പേഴ്സൺ ആവണമെന്നില്ല, നമ്മൾ ജനറലി ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ആയിട്ട് വരുന്നു എന്ന് പറയാം. ഇതൊരു കിങ് ഓഫ് കപ്സ് എനർജിയാണ് ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, ഒരു ലൈഫ് പാർട്ട്ണർ നിങ്ങൾക്ക് വരുമായിരിക്കും. സിംഗിൾസ് ആണെങ്കിൽ ലൈഫ് പാർട്ട്ണർ വരും. ലൈക്ക് നിങ്ങൾ മാരേജബിൾ ഇതാണെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസൽ വരാം, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാം. ഓക്കെ, ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു ഓറ തന്നെ ഇപ്പോൾ ഒരു മാറിയ പോലെയാണ്. ഓക്കെ, ഒരു മാറ്റം സംഭവിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തുടങ്ങുന്ന മാറ്റമാണ്, അല്ലാണ്ട് വെറും പുറമേ കാണുന്ന മാറ്റങ്ങൾ അങ്ങനത്തെ മാത്രമല്ല, അതും ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ കൂടി ഇത് കണ്ടില്ലേ, എത്ര സ്റ്റൈലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, നല്ല വെൽ ഡ്രസ്ഡ്, എന്താ പറയുക, ഒരു ഡ്രസ്സ് ചെയ്ത് വൃത്തി എന്നല്ല, തെറ്റിപ്പോയി, ഐ മീൻ നല്ല എന്താ പറയുക, മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു ശരിക്കും കണ്ടാൽ തന്നെ അല്ലേ ഒരു റോയൽ ലുക്ക് എന്ന് പറഞ്ഞ പോലെ. എനിക്ക് അത് നിങ്ങളുടെ ആ ഒരു നമ്മൾ എംപറർ ലെവലിലൊക്കെ പറയാം, എംപ്രസ് പറയാം. അപ്പം നിങ്ങൾ ആ ഒരു പവറിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് നല്ലത് അട്രാക്റ്റ് ആയിട്ട് വരും. എനിക്ക് വേറെ നിങ്ങളെ കെയർ ചെയ്യുന്ന പേഴ്സൺസ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരും. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതെല്ലാം നിങ്ങളുടെ ഈ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാരണമാണ്. ആൻഡ് ഈ സ്പിരിച്വൽ ഗ്രോത്ത് വരാൻ റീസൺ ഈസ് ബ്രോക്കൺ ഹാർട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു വിഷമം അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഗ്രോത്ത് ഒക്കെ വന്നത്. ഓക്കെ, ബട്ട് എന്തായാലും ശരി, നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് ഇനി വരും. ഇപ്പോൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ 2025 നിങ്ങൾ നിങ്ങളുടെ ഓൺ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തിങ്കിങ് മാൻ ഉണ്ട്. ആക്ച്വലി ഇത് നിങ്ങൾക്ക് എന്തോ ഓഫർ തരാൻ ഒരു പേഴ്സൺ ആലോചിക്കുന്ന പോലെയാണ്. ഓക്കെ, എന്തോ പിടിച്ചിട്ടുണ്ട്, ഡയമണ്ട് ആണ് കയ്യിൽ. ഓക്കെ, സോ ചിലവർക്ക് ഒരു പേഴ്സൺ നിങ്ങളെ ലൈക്ക് ഒരു ഓഫർ തരാൻ റെഡി ആയിട്ട് വരും. ഓക്കെ, അവർ സ്നേഹമുള്ള, നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കും. ആൻഡ് നിങ്ങളോട് ഒരു മാരേജ് ഓഫർ ആയിരിക്കാം, ചിലവർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് കരിയറിൻ്റെ കാര്യങ്ങൾ, ഓക്കെ ഈവൻ കരിയർ പറയാലോ, കരിയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വരും എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഓഫർ, നല്ല ജോലിയുടെ ഓഫർ അങ്ങനെയൊക്കെ ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. ഓക്കെ, ആ രീതിക്കാണ് അത് നിങ്ങളുടെ ഗ്രോത്ത് കാരണം വരുന്നതാണ്. ഓക്കെ, നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ മെഡിറ്റേഷൻ, പ്രാർത്ഥന, കാര്യങ്ങൾ. ഓക്കെ, എൻ്റെ ഇവിടെ ഫ്ലൈ ആണുണ്ടോ, ഫ്ലൈ, നേച്ചർ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. യു ആർ സേഫ്. യെസ്, നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ യെസ് ആൻസർ ഉണ്ട് ഇവിടെ. Purpose, breathe, karma. Okay, finances, like നമ്മൾ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ഓൺ ലൈക്ക് ലൈഫിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഫൈനാൻസസ്, കരിയർ എല്ലാം ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് നെക്സ്റ്റ് ഇയർ അങ്ങനെയായിരിക്കും, നിങ്ങൾ ഫോക്കസ് അങ്ങനെയായിരിക്കും. ഓക്കെ, ഇവിടെ മെയിൻലി ഇവിടെ കാണുന്നത് ഫ്ലൈ ആണ്. നിങ്ങൾ വളരെ ഹൈറ്റ്സിലേക്ക് എത്തും എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങൾ പറക്കും എന്ന് പറയുമ്പോൾ അത്രത്തോളം നിങ്ങൾ ഹൈ ലെവലിലേക്ക് എത്തും എന്ന രീതിയിൽ എടുക്കാം നമുക്ക്. ആൻഡ് ചിലവർക്ക് യാത്ര പോകുന്ന കാര്യമായിരിക്കാം, കടൽ കടന്ന് പോകുന്ന എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ യാത്രകളുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. ഓക്കെ, നേച്ചറാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നേച്ചറിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ ഒന്ന് റിലാക്സ് ആവാനും, നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ ഒന്ന് ശാന്തമാവാനും, ഓരോ കാര്യങ്ങൾ കണക്ട് ആവുക, എർത്തുമായിട്ട് കണക്ട് ചെയ്യുക കുറച്ചൊക്കെ, അല്ലെങ്കിൽ ചെടികളുമായിട്ട് വർക്ക് ചെയ്യുക, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക. കാരണം അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ യു ആർ സേഫ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. എന്തിനും നമ്മൾ നേരത്തെ സ്റ്റോം വാർണിംഗ് പറഞ്ഞു, ആൻഡ് ഇവിടെ പ്രൊട്ടക്റ്റഡ്, യു ആർ സേഫ് എന്ന് പറയുന്നുണ്ട്. യു ആർ പ്രൊട്ടക്റ്റഡ്. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്ട്രെങ്ത്തും ഉണ്ട്. ഓക്കെ, എപ്പോഴും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് യെസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ, യെസ്. വലിയ പേഴ്സൻ്റെ എന്തെങ്കിലും എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇവിടെ ഒരു യെസ് ആണ് ആൻസർ. നിങ്ങൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ യെസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടി വരും എന്താണ് സിറ്റുവേഷൻ എന്ന്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. അതിനാദ്യം പക്ഷേ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് വരണം നിങ്ങളെ തന്നെ. എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പസിലൊക്കെ പോലെ അല്ലേ, കുറേ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് അഴിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന്. ഓക്കെ, അതായത് നമ്മുടെ മൈൻഡിനെ ക്ലൗഡ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് ആദ്യം എല്ലാം ഒന്ന് അഴിച്ച് വരിക. ഓക്കെ, നമ്മളെന്താ പറയുക, കെട്ടുപാടുകളൊക്കെ ഒന്ന് അഴിച്ചു വരിക. അങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവും. ആൻഡ് ഇവിടെ ബ്രീത്ത് ഉണ്ട്. സോ ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളോട് ഞാൻ അതാ പറഞ്ഞ റിലാക്സ് ചെയ്യുക, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. മെഡിറ്റേഷൻ തന്നെയാണ് ഇതും കാണുന്നത്, രണ്ടും.
ഓക്കെ. എനിക്ക് ഇത് രണ്ടും പറയുന്നത് മെഡിറ്റേഷൻ്റെ കാര്യമാണ്, തേർഡ് ഐ ചക്രയുടെയും ഇതും. ഓക്കെ, സോ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ അതിലേക്കൊക്കെ തന്നെ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, ആൻഡ് കർമ്മ എന്നുണ്ട്, ഇത് ഗുഡ് കർമ്മയുടെ കാര്യം പറയാം നമുക്കിവിടെ, ബാഡ് കർമ്മയായിട്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ, ഓക്കെ, അതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തരും. ആൻഡ് ടെമ്പിൾ പാത്തി സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ വരുന്നുണ്ടല്ലോ, വെറുതെ ഒന്നും എല്ലാവർക്കും ഒന്നും വരില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു രീതിയിൽ സ്പിരിച്വൽ ആവുക, യൂണിവേഴ്സിലേക്ക് അടുക്കുക, ദൈവത്തിലേക്ക് അടുക്കുക, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അതൊക്കെ കുറച്ച് നമ്മൾ ഈ എന്താ പറയുക, നല്ലത് ചെയ്യുന്ന വ്യക്തികൾക്ക് തന്നെ വരുള്ളൂ. ഓക്കെ, അല്ലാത്തവർക്ക് അത് വരില്ല. സോ നിങ്ങൾ അതിനൊക്കെ ഒരു പ്രിപ്പയർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ എവിടേക്കോ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഒരു റിസൾട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം നല്ലതൊക്കെ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫൈനാൻസ്, കരിയർ, നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും എന്ന് പറയാം. ഓക്കെ, സോ ആ രീതിക്ക് എനിക്കിവിടെ നല്ല പോസിറ്റീവായിട്ട് കിട്ടുന്നുണ്ട്. ചില ഹാർട്ട് ബ്രേക്സ് നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈവൻ മുന്നോട്ട് വന്നാലും ശരി, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് നിങ്ങളുടെ കാണുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾ ഗ്രോ ചെയ്യുമ്പോൾ, കരിയറിലൊക്കെ ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പറ്റിയ വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരും ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഓക്കെ, നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത് മേ ബി നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത കരിയറിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളെ ഹാർട്ട് ബ്രേക്ക് ചെയ്ത വ്യക്തിയായിരിക്കാം തിരിച്ചു വരുന്നത്, അല്ലേ? അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കാം. ആൻഡ് ഇവിടെ ഈ സ്പിരിച്വൽ ഗ്രോത്തും ചിലപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷിച്ച് കാണില്ല, ചിലപ്പോൾ അതുമൊക്കെ ആവാം. ഓക്കെ, സോ എനിവേ എല്ലാവരും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.